ചേലക്കര 1996 മുതൽ ഇടതിന്റെ കോട്ടയായി മാറിയ ചേലക്കര. 96 മുതൽ ചേലക്കരയുടെ MLA ആയി വിജയിച്ചു കയറി വന്നത് കെ രാധാകൃഷ്ണനാണ്. ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന, ഇപ്പോൾ പാർലമെന്റിൽ ആലത്തൂരിന്റെ ശബ്ദമായി മുഴങ്ങിക്കേൽക്കുവാൻ പോകുന്ന CPMന്റെ നേതൃത്വമുള്ള കെ രാധാകൃഷ്ണൻ ആലത്തൂരിന്റെ MP ആയി പോയതുകൊണ്ട് തന്നെ ചേലക്കരയിൽ നടക്കുവാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പ് ഇടതുപക്ഷത്തിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. എന്നാൽ 96 മുതൽ 2021 വരെയുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു തവണ പോലും കോൺഗ്രസിനെ അധികാരത്തിലേക്ക് എത്തിക്കാത്ത ചേലക്കരയിൽ വലിയ ആത്മവിശ്വാസമാണ് ഇടതുപക്ഷത്തിനുള്ളത്. അവിടെ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ വലിയ ആത്മവിശ്വാസം എന്നത് ഭരണവിരുദ്ധ വികാരം തന്നെയാണ്. ഒപ്പം കെ രാധാകൃഷ്ണനെ ചേർത്തു പിടിക്കുന്ന തരത്തിലേക്കൊന്നും മറ്റാരെയും ചേലക്കരയിലെ ജനങ്ങൾ ചേർത്തു പിടിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിന്റെ ഗുണകരമായ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ചേലക്കരയിൽ കാലങ്ങളായി ഇടതുപക്ഷം വിജയിച്ചു വരുന്നത് എന്ന വാദം തെറ്റാണ് എന്ന ഒരു കണക്കുകൂട്ടൽ കൂടി കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ട്. അതായത് പാലക്കാട് പോലെ പാലക്കാട്ടിൽ ഷാഫി പറമ്പിലല്ലാതെ മറ്റാരെങ്കിലും മത്സരിച്ചാൽ BJPക്ക് വിജയിക്കുവാൻ സാധിക്കുമെന്ന് BJP പാളയങ്ങളിൽ ഉള്ള പോലെ ഒരു ആത്മവിശ്വാസം ചേലക്കരയിൽ കോൺഗ്രസിന് ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ട്. കെ രാധാകൃഷ്ണൻ മത്സരിക്കാത്ത സാഹചര്യത്തിൽ കെ രാധാകൃഷ്ണന് പകരം ആര് മത്സരിച്ചാലും ഇവിടെ കോൺഗ്രസിന് സാധ്യതയുണ്ട് എന്ന കണക്കൂട്ടലാണ് ഇപ്പോൾ UDFിലും കോൺഗ്രസിലും ഒക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ശക്തനായ അല്ലെങ്കിൽ ശക്തയായ ഒരു സ്ഥാനാർത്ഥിയെ ചേലക്കരയിൽ മത്സരിപ്പിക്കാമെന്ന തീരുമാനമാണ് കോൺഗ്രസിനുള്ളത്. അങ്ങനെ വരുമ്പോൾ അത് ആരെ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ഏറ്റവും വലിയ സാധ്യതയിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ആലത്തൂരിലെ മുൻ MP ആയ, ആലത്തൂരിൽ കെ രാധാകൃഷ്ണനോടൊപ്പം മത്സരിച്ച് പരാജയപ്പെട്ടു പോയ രമ്യ ഹരിദാസ് ആണ്. രമ്യ ഹരിദാസിനെ സംബന്ധിച്ച MP ആയിരിക്കുന്ന കാലങ്ങളിൽ ചേലക്കരയിലെ ബൂത്ത് തലം തൊട്ടുള്ള നേതാക്കന്മാരുമായി വലിയ ബന്ധം പുലർത്തിയിരുന്നു. ചില ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ അല്ലെങ്കിൽ ചില ഗ്രൂപ്പ് തർക്കങ്ങളിൽപ്പെട്ട രമ്യ ഹരിദാസിനെതിരെ ഒരു വലിയ വിഭാഗം ഉണ്ടെങ്കിൽ പോലും ചേലക്കരയിലെ ജനങ്ങളുമായി രമ്യ ഹരിദാസിന് വലിയ സ്വാധീനമുണ്ട്. ഒപ്പം തന്നെ പരാജയപ്പെട്ടു പോയ സാധാരണക്കാരിയായ ഒരു സ്ത്രീ എന്ന തരത്തിലേക്കുള്ള ഒരു പരിഗണന കൂടി ചേലക്കരയിലെ ജനങ്ങൾ നൽകിയാൽ, ഒപ്പം ഭരണവിരുദ്ധ വികാരം കൂടി കോൺഗ്രസിന് കൃത്യമായ രീതിയിൽ അവിടെ ഒരു ആയുധമായി ഉപയോഗപ്പെടുത്തുവാൻ സാധിച്ചാൽ സ്വാഭാവികപരമായും അവിടെ രമ്യ ഹരിദാസ് വിജയിക്കുമെന്ന കണക്കൂട്ടൽ കോൺഗ്രസിനുണ്ട്. അതുകൊണ്ട് രമ്യ ഹരിദാസിന് ചേലക്കരയിലെ സ്ഥാനാർത്ഥിയായി വരുവാനുള്ള സാധ്യതയും ഏറെയാണ്. അങ്ങനെയെങ്കിൽ പ്രാദേശിക രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന പാർലമെന്റിൽ മുഴങ്ങിക്കേട്ട രമ്യ ഹരിദാസ് ഇനി മുതൽ നിയമസഭയിൽ ചേലക്കരയുടെ ശബ്ദമായി മാറുവാൻ പോകുന്നു എന്ന് പറയുവാൻ സാധിക്കും. ഗ്രൂപ്പ് തർക്കങ്ങളിൽ രമ്യ ഹരിദാസ് തള്ളിപ്പോയാൽ പിന്നീട് സ്വാധീനമുള്ളത് NK സുധീറിനാണ്. NK സുധീർ 2009 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആലത്തൂരിൽ മത്സരിച്ച് പരാജയപ്പെട്ടു പോയി എങ്കിലും KPCC ജനറൽ സെക്രട്ടറിയായും AICC മെമ്പറായും ചേലക്കരയിലെ ജനങ്ങൾക്കിടയിൽ രാഷ്ട്രീയപരമായും അല്ലാതെയും ഒക്കെ വലിയ ജനസ്വീകാര്യതയുള്ളൊരു നേതാവാണ്. അദ്ദേഹം മത്സരിച്ചാൽ സ്വാഭാവികമായും ഈ ഗ്രൂപ്പ് സമവാക്യങ്ങൾ കുറച്ചുകൂടി ശമിക്കുവാനുള്ള സാധ്യതയുണ്ട് എന്ന കണക്കൂട്ടലുകളും കോൺഗ്രസിന്റെ ഒരു വിഭാഗം നേതാക്കന്മാർക്കുണ്ട്. അങ്ങനെ വരുമ്പോൾ രമ്യ ഹരിദാസ് അല്ലെങ്കിൽ പിന്നീട് ചേലക്കരയിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി ആര് മത്സരിക്കുമെന്ന് ചോദിച്ചാൽ അതിന് സാധ്യത രണ്ടാമതായുള്ളത് NK സുധീറിനാണ്. NK സുധീറും കഴിഞ്ഞാൽ പിന്നീട് സാധ്യതയുള്ളത് വൈശാഖ് എ ദർശനാണ്. യൂത്ത് കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റ് ആണ്, KSUവിന് സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. ആ വൈശാഖ് എ ദർശൻ സ്ഥാനാർത്ഥിയാകുമ്പോൾ നിലവിലുള്ള ഗ്രൂപ്പ് തർക്കങ്ങളൊന്നും ഉണ്ടാകുവാനുള്ള സാധ്യതയില്ല. ഒപ്പം ചെറുപ്പക്കാരനായ ഒരു പുതുമുഖം, അദ്ദേഹത്തിന് ലഭിക്കുന്ന സ്വീകാര്യത അത് ഗംഭീരമായിരിക്കുമെന്ന കണക്കൂട്ടൽ കോൺഗ്രസിനുണ്ട്. അതുകൊണ്ട് മൂന്നാമതായി പരിഗണിക്കുവാൻ സാധ്യതയേറെ ഉള്ളത് വൈശാഖ് എ ദർശനെയാണ്. പിന്നീടുള്ളത് CC ശ്രീകുമാറാണ്. ദളിത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന CC ശ്രീകുമാറിന് വലിയ സ്വാധീനം ചേലക്കരയിലുണ്ട്. അപ്പോൾ നാലാമതായി പരിഗണിക്കുവാൻ സാധ്യതയുള്ളത് CC ശ്രീകുമാറിനെയുമാണ്. UDFിന്റെ ഒരു പട്ടിക അങ്ങനെയാണ്. അതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് രമ്യ ഹരിദാസിന് തന്നെയാണ്. ഒരു MP എന്ന രീതിയിലൊക്കെ സ്വാധീനം കഴിഞ്ഞ കാലങ്ങളിൽ പുലർത്തുവാൻ ചേലക്കരയിൽ സാധിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ രമ്യ ഹരിദാസിന് സാധ്യതയുണ്ട് എന്ന് തന്നെ പറയുവാൻ സാധിക്കും. ഇനി ചേലക്കരയിൽ LDFിന്റെ സ്ഥാനാർത്ഥി ആരെ എന്ന ചോദ്യം ഉയരുമ്പോൾ അവിടെ 2016 മുതൽ 2021 വരെ കെ രാധാകൃഷ്ണന് പകരമായി MLA ആയി ചേലക്കരയിൽ മത്സരിച്ച് വിജയിച്ച UR പ്രദീപിന് സാധ്യതയുണ്ട്. UR പ്രദീപ് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയാകും. ഇനി UR പ്രദീപ് അല്ല എങ്കിൽ ജില്ലാ സെക്രട്ടറി TK വാസു ഇടതുപക്ഷ സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യതയുണ്ട്. അത് ഒരു സംവരണ മണ്ഡലമായതുകൊണ്ട് തന്നെ സംവരണ സ്ഥാനാർത്ഥികൾ തന്നെയായിരിക്കും അവിടെ മത്സരിക്കുക. UDFിന്റെ സ്ഥാനാർത്ഥിയായി ഒരു പട്ടിക പറയുമ്പോൾ ഇടതുപക്ഷത്തിന്റെ പാളയത്തിൽ നിന്ന് മത്സരിക്കുവാൻ കെ രാധാകൃഷ്ണൻ നിലനിർത്തിക്കൊണ്ടു പോകുന്ന ചേലക്കര വീണ്ടും ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിർത്തുവാൻ ഒരു തവണ MLA ആയ UR പ്രദീപോ അല്ലെങ്കിൽ ജില്ലാ സെക്രട്ടറിയായ TK വാസുവോ മത്സരിക്കും. UR പ്രദീപ് MLA ആയിരുന്നതുകൊണ്ട് തന്നെ സാധ്യത ഏറെയാണ്. ഇനി BJPയിലേക്ക് വരുമ്പോൾ BJPയിൽ ആലത്തൂരിൽ രമ്യ ഹരിദാസിന്റെ പരാജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി മാറിയത് BJP വാരിക്കൂട്ടിയ വോട്ടുകൾ തന്നെയാണ്. 88,000-ൽ പരം വോട്ടുകൾ മാത്രം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിടിച്ചെടുത്ത BJP സ്ഥാനാർത്ഥിയേക്കാൾ കൂടുതൽ വോട്ടുകളാണ് 2024 സരസു
BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ചുകൊണ്ട് ആലത്തൂരിൽ നിന്ന് നേടിയത്. അതുകൊണ്ട് BJPയുടെ സ്ഥാനാർത്ഥി ആര് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ലാതെ പറയുവാൻ സാധിക്കും. അത് ആലത്തൂരിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച് മികച്ച മുന്നേറ്റം കൈവരിച്ച സരസു എന്ന അധ്യാപിക തന്നെയായിരിക്കും. അതായത് വിചാരിച്ചതുപോലെ ഒന്നുമല്ല ചേലക്കരയിൽ നടക്കുവാൻ പോകുന്നത്. ശക്തമായ ത്രികോണ മത്സരം തന്നെയാണ്. അവിടെ ഇടതുപക്ഷത്തിന്റെ സാധ്യത എന്നത് 1996 മുതൽ 2021 വരെ മറ്റാരെയും അകത്തളത്തിലേക്ക് കടത്തിവിടാത്ത തരത്തിലേക്ക് ചെങ്കോട്ടയായി മാറ്റിയിരിക്കുകയാണ് ചേലക്കരയെ. ആ ചെങ്കോട്ടയാക്കി മാറ്റിയത് കെ രാധാകൃഷ്ണനാണ്. ഇടയ്ക്കൊരു തവണ UR പ്രദീപും. ആ UR പ്രദീപ് ഒരിക്കൽ കൂടി മത്സരത്തിനിറങ്ങുമ്പോൾ സ്വാഭാവികമായും സാധ്യത ഏറെയാണ്. ഒപ്പം ചെങ്കോട്ട എന്ന തരത്തിലേക്ക് ഇടതുപക്ഷ നേതാക്കന്മാർക്കുള്ള സ്വാധീനവും വിലയിരുത്തുമ്പോൾ അവിടെ ഇക്കുറി ചേലക്കരയുടെ സ്ഥാനാർത്ഥിയായി വിജയിച്ചു വരുവാൻ പോകുന്നത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിരിക്കുമെന്ന കണക്കൂട്ടലാണ് ഇടതുപക്ഷത്തിനുള്ളത്. അതായത് ഇടതുപക്ഷം ആത്മവിശ്വാസം കൊണ്ടും കരുത്തുകൊണ്ടും ശക്തരാണെന്ന് പറയാം. ഇനി കോൺഗ്രസിലേക്ക് വരുമ്പോൾ UR പ്രദീപാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുവാൻ പോകുന്നത് എങ്കിൽ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UR പ്രദീപിന് ലഭിച്ചത് കേവലം 10,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ്. ആ 10,000 എന്ന വോട്ട് വ്യത്യാസത്തെ ഭരണവിരുദ്ധ വികാരം എന്ന ആയുധം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രമ്യ ഹരിദാസിന്റെ ജനസ്വീകാര്യതയും ഒപ്പം ഒരു സഹതാപ തരംഗവും ഒക്കെ കൃത്യമായി അവിടെ ഇറക്കിയാൽ UDFന് വിജയിക്കുവാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ ചെങ്കോട്ടയായിരുന്ന ചേലക്കരയിൽ UDFന്റെ കൈപ്പത്തി ചിഹ്നം പതിപ്പിച്ച കൊടിപാറിപ്പറിപ്പിക്കുവാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസമാണ് കോൺഗ്രസിനുള്ളത്. രമ്യ ഹരിദാസ് ശക്തയായ ഒരു സ്ഥാനാർത്ഥി തന്നെയാണ്. BJPയിലേക്ക് വരുമ്പോൾ BJPയെ സംബന്ധിച്ച് ചേലക്കരയിൽ വലിയ വോട്ട് വ്യത്യാസം ഉണ്ടാക്കുവാൻ സാധിച്ചിട്ടുള്ള സരസു എന്ന സ്ഥാനാർത്ഥിയെ BJPയുടെ MP സ്ഥാനാർത്ഥിയായ ആലത്തൂരിൽ മത്സരിച്ച സരസുവിനെ കളത്തിലിറക്കിയാൽ കളം പിടിക്കുവാൻ സാധിക്കുമെന്ന് BJP വിശ്വസിക്കുന്നു. അങ്ങനെ അതുപോലെ തന്നെ BJPക്ക് സ്വാധീനമുള്ള തൃശൂർ, പാലക്കാട് ജില്ലകൾക്ക് മധ്യഭാഗത്തായി കിടക്കുന്ന നിയമസഭാ മണ്ഡലമായതുകൊണ്ട് തന്നെ ചേലക്കരയിൽ BJPക്ക് വലിയ സ്വാധീനം ചെലുത്തുവാൻ സാധിക്കും. ജില്ലാ കമ്മിറ്റികൾക്ക് വലിയ സ്വാധീനം ചെലുത്തുവാൻ സാധിക്കും. സരസുവിന്റെ വ്യക്തിപ്രഭയ്ക്കും സരസുവിന് ജനങ്ങളുമായുള്ള ഇടപെടലിനും ഒക്കെ വലിയ മാറ്റമുണ്ടാക്കുവാൻ ചേലക്കരയിൽ സാധിക്കുമെന്ന ആത്മവിശ്വാസം BJPക്കുമുണ്ട്. അങ്ങനെ പറയുമ്പോൾ മൂന്ന് കൂട്ടർക്കും ആത്മവിശ്വാസവും വിജയ സാധ്യതയും ഏറെയാണ്. അങ്ങനെ വരുമ്പോൾ സരസുവും രമ്യ ഹരിദാസും UR പ്രദീപും ഒക്കെ ഏറ്റുമുട്ടാൻ പോവുകയാണ് എങ്കിൽ ശക്തമായ ഒരു ത്രികോണ മത്സരം നടക്കുവാൻ സാധ്യത ഏറെയുള്ള ഒരു മണ്ഡലമായി ചേലക്കര മാറുമെന്ന് നിസ്സംശയം പറയുവാൻ സാധിക്കും.